വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതവേളയിൽ ഈ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1 യോഹന്നാൻ 4:8. 1 യോഹന്നാൻ 4:8. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നാം ഒരു സ്നേഹിതന് വേണ്ടി അല്ല ഒരു കൂട്ടുകാരന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ഹൃദയം തുറന്ന് സംസാരിക്കാനും നമ്മുടെ ആവലാതികൾ പങ്കുവെക്കുവാനും നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. എങ്കിലും അതിനൊക്കെ പറ്റി നല്ലൊരു സ്നേഹിതനെ പറ്റി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. വായിച്ച വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗം ദൈവം സ്നേഹമാകുന്നു. നമ്മുടെ സ്നേഹിതനാണ് ദൈവം. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകതകളെപ്പറ്റി പറയുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഏത് സമയം നമ്മുടെ ഹൃദയങ്ങളെ തുറപ്പാനും നമുക്ക് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ പരാതികളും ആവലാതികളൊക്കെ പറയുവാൻ പറ്റിയ ഉത്തമനായ ഒരു സ്നേഹിതനാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം സ്നേഹത്തിൻ്റെ ഉറവിടമാണ്. നമ്മോടുള്ള സ്നേഹത്തെ എങ്ങനെയാണ് കർത്താവ് കാണിച്ചത്? തൻ്റെ കുമാരനെ ഈ ലോകത്തേക്ക് അയച്ചാണ്. അതുപോലെ നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹത്തിന് മറ്റൊരു പ്രത്യേകത, അത് ഇന്നും ഇന്നലെ എന്നേക്കും മാത്രമുള്ളതല്ല. പക്ഷെ അത് ദിവസങ്ങളോളം വർഷങ്ങളോളം മാത്രമല്ല, ഒരായുസ്സ് മുഴുവൻ അതിനപ്പുറം നിത്യതയോളം സ്നേഹിക്കുന്ന നല്ലൊരു സഖിയാണ് നമ്മുടെ ദൈവം. അതുപോലെ തന്നെ 1 യോഹന്നാൻ 4:9 നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തേക്ക് അയച്ച് എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് വലിയൊരു കാര്യം, ദൈവം എങ്ങനെയാണ് നമ്മോട് ആ സ്നേഹത്തെ നമ്മളോട് കാണിച്ചത്. തൻ്റെ കുമാരനെ നമുക്കൊരോരുത്തർക്കും വേണ്ടി ലോകത്തേക്ക് അയച്ചതാണ്. അതുപോലെ തന്നെ നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം, അതിന് നമുക്കറിയാം, ലോകത്തിലെ മനുഷ്യൻ നമ്മളെ സ്നേഹിക്കുമ്പോൾ അതിന് പരാതികൾ കാണും, ഏറ്റക്കുറച്ചിലുകൾ വരും. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹത്തിന് അതൊന്നുമില്ല. അത് നമ്മളെ സ്നേഹിക്കുന്നത് നിത്യതയോളമാണ്. അതുപോലെ തന്നെ കർത്താവ് നമ്മെ സ്നേഹിക്കുമ്പോൾ തൻ്റെ സ്വന്തം മക്കളെന്ന് വിളിക്കപ്പെടുന്ന ആ വലിയ സ്നേഹം ചൊരിഞ്ഞാണ്. ആർക്കെങ്കിലും ലോകത്ത് നമ്മളെ അങ്ങനെ സ്നേഹിക്കാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, അനർത്ഥകാലത്തും സ്നേഹത്തിൻ്റെ ആ പ്രഭ നമ്മളെ ചൊരിയും. ഏതൊരു സമയത്തും ആ സ്നേഹം കൊണ്ട് നമ്മളെ വലയുന്നതാണ് നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം. അതുപോലെ നല്ലൊരു ഉത്തമ സ്നേഹിതനായി കൈപിടിച്ച് നമ്മളെ നടത്തും. നമ്മുടെ ഓരോ വഴിയിലും നമ്മളെ നടത്തുന്ന കർത്താവാണ്. അതുപോലെ നമ്മളെ ചുമലിലേറ്റി ഇടയൻ എങ്ങനെയാണ് ഒരാടിനെ കൊണ്ട് നടക്കുന്നത്, അതുപോലെ നമ്മുടെ കർത്താവ് നമ്മളെ കൊണ്ട് നടക്കും. അങ്ങനെയാണ് നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ദൈവം. നമുക്കറിയാം, നമ്മുടെ ഈ ദൈവത്തോട് നാം ചിലവഴിക്കുമ്പോൾ നമുക്കത് ആ നിമിഷങ്ങൾ നമുക്ക് ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും നിമിഷങ്ങളാണ്. അത് നമ്മുടെ ഭവനങ്ങളിലും നമ്മളായിരിക്കുന്ന ജോലികളിലും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർ വിദ്യാലയങ്ങളിലും യാത്രയിലൊക്കെ നമുക്കത് അനുഭവിപ്പാനും നമ്മൾക്ക് കഴിയും. നമ്മളത് അനുഭവിച്ച് ആ തലോടൽ നാം തിരിച്ചറിയണം. ദൈവസ്നേഹത്തിൻ്റെ തലോടൽ നാം തിരിച്ചറിയണം. ആ കർത്താവിനോട് ഏത് സമയം നമ്മുടെ ഹൃദയത്തെ തുറന്ന് നന്ദി പറയുവാനും ആ കർത്താവിനെ പാടി പുകഴ്ത്തുവാനും നാം സന്തോഷമുള്ളവരായിരിക്കണം. നമുക്ക് ഒരു ഉറപ്പുണ്ടായിരിക്കണം, ഞാനിനി ഏകനല്ല, എനിക്ക് ഉത്തമനായ ഒരു സ്നേഹിതൻ കൂടെയുണ്ടെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം: യേശുവേ, അങ്ങ് എൻ്റെ സ്നേഹിതനായി ഞാൻ അംഗീകരിക്കുന്നു. അവിടുന്ന് പറയുന്നത് അനുസരിപ്പാൻ, അങ്ങയോടൊപ്പം ആയുസ്സ് മുഴുവനും ആയിരിക്കാൻ എന്നെ സമർപ്പിക്കുന്നു. അങ്ങ് എന്നെ സ്നേഹിക്കുന്നത് പോലെ അവിടുത്തെ സ്നേഹിപ്പാൻ, മറ്റുള്ളവരെ സ്നേഹിപ്പാൻ എനിക്ക് കൃപ തരണമേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന എപ്പോഴും അങ്ങനെ ആയിരിക്കണം. നമ്മുടെ വിശ്വാസ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയുള്ളതായിരിക്കണം. ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ നാം ദൈവത്തെ സ്നേഹിക്കണം. അതുപോലെ മറ്റുള്ളവർക്ക് നമ്മൾ നല്ലൊരു സ്നേഹിതന്മാരായിരിക്കണം. ഓരോരോ ആവശ്യങ്ങളിൽ നാമും കൂടിയിരിക്കണം. നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിപ്പാൻ നാം സമർപ്പിക്കപ്പെട്ടവരായിരിക്കണം. നമ്മൾക്ക് എത്ര നല്ലൊരു സ്നേഹിതനെയാണ് ലഭിച്ചത്! നമ്മെ നിത്യതയോളം സ്നേഹിക്കുന്നൊരു കർത്താവ്, ദൈവം സ്വന്തം മക്കളെന്ന് വിളിച്ചുകൊണ്ട് നമ്മെ സ്നേഹിക്കുന്നു. നമ്മുടെ ഏതൊരു അനർത്ഥ കാലങ്ങളിലും ആ സ്നേഹത്തിൻ്റെ പ്രഭ ചൊരിഞ്ഞ് നമ്മളെ നിലനിർത്തുന്ന കർത്താവ്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ ആവശ്യങ്ങളിലും ആ ദൈവം നമ്മോട് ആ സ്നേഹത്തെ കാണിക്കുന്നു. അതിലുപരി
നമ്മെ രക്ഷിപ്പാനായി ആ കുമാരനെ ഈ ലോകത്തേക്ക് അയച്ച് അത്ര വലിയ സ്നേഹത്താൽ നമ്മെ സ്നേഹിച്ച കർത്താവിനെ, പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തിൻ്റെ അവസാനം ഒരു വർഷക്കാലം ദൈവം നമ്മെ സ്നേഹിച്ച ആ സ്നേഹം എത്രയോ വലുതായിരുന്നു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ വർഷത്തിൻ്റെ അവസാനം നമുക്കും പുതിയൊരു തീരുമാനമെടുക്കാം. എൻ്റെ കർത്താവിനെ സ്നേഹിപ്പാനും അനുസരിപ്പാനും, എൻ്റെ കർത്താവ് എങ്ങനെ എന്നെ സ്നേഹിച്ചോ അതുപോലെ തിരിച്ച് സ്നേഹിപ്പാനും മറ്റുള്ളവർക്ക് നല്ലൊരു സ്നേഹിതന്മാരായിരിക്കാനും ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.